കഴിഞ്ഞ സാമ്പത്തിക വർഷം നടപ്പിലാക്കിയ പദ്ധതികളുടെ പ്രവർത്തനം മാർച്ച് മാസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് സ്വാഭാവികമായി ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തിരഞ്ഞെടുപ്പിന് ശേഷമാണ് പലതും നിർവഹിക്കാൻ വേണ്ടി കഴിയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ലൈബ്രറികൾക്കുള്ള ഫർണിച്ചറുടെ വിതരണം. വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം നിരവധിയായ പ്രോജക്റ്റുകളാണ് വിദ്യാഭ്യാസ സാംസ്കാരിക മേഖല കായിക മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. വിവിധ സ്കൂളുകളുടെ മെയിൻ്റനൻസും പുതിയ ബിൽഡിങ്ങുകളുടെ നിർമ്മാണം അടക്കം നിരവധി പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രൈമറി സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം എന്ന പദ്ധതി ഗവൺമെൻറ് നടപ്പിലാക്കുന്നുണ്ടെങ്കിലും എല്ലാ സ്കൂളുകളിലും കൊട്ടാരക്കര നഗരസഭ എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലും പ്രഭാത ഭക്ഷണം എന്ന പരിപാടി നഗരസഭ ഏറ്റെടുത്ത് കഴിഞ്ഞ വർഷം നടപ്പിലാക്കി. ഈ വർഷവും അത് നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. പല പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലുമൊക്കെ ധാരാളമായി ലൈബ്രറികളെ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ കൊട്ടാരക്കരയിൽ സഹായിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം അവർ നിവേദനമായി കൊടുത്തു. പദ്ധതി രൂപീകരണ പ്രക്രിയയുടെ ഭാഗമായി ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരടക്കം അവിടെ പോയി. മോനസാർ അടക്കമാണ് പോയത്, നേരമുള്ള സാറിനെ ഉണ്ടായിരുന്നു. അങ്ങനെ വർക്കിംഗ് ഗ്രൂപ്പിൽ വെച്ച് അംഗീകരിക്കപ്പെട്ട് മുനിസിപ്പൽ കൗൺസിൽ ഗ്രന്ഥശാലകൾക്ക് അത്യാവശ്യം വേണ്ടുന്ന പശ്ചാത്തല സൗകര്യം ഒരുക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിന്റെ ബഹുമാനായ ഡെപ്യൂട്ടി സ്പീക്കർ അടക്കം മുനിസിപ്പാലിറ്റി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഗ്രന്ഥശാല പ്രവർത്തകർ എങ്ങനെയാണോ ചെയ്യേണ്ടത്? ആണോ? ഞാൻ പരസ്യമായി പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടില്ല. 15 ഗ്രന്ഥശാലകൾ കൊട്ടാരക്കര പഞ്ചായത്തിലുണ്ട്. 15 ഗ്രന്ഥശാലകളിൽ നിന്ന് കുറഞ്ഞ് 10 ആൾ വീതം വന്നിരുന്നെങ്കിൽ പോലും 150 ആളുകളെ നമുക്ക് ഇവിടെ പങ്കെടുപ്പിക്കാൻ കഴിയുമായിരുന്നു. ഇത് കണ്ടുകൊണ്ട് വേണം തൊട്ടപ്പുറത്ത് നെടുവത്തൂർ പഞ്ചായത്തും എഴുവൺ പഞ്ചായത്തും അപ്പുറത്തെ കരിപ്പുറയും വെളിയും ഉമ്മന്നൂരും എല്ലാം ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഗ്രന്ഥശാല പ്രവർത്തകർ പ്രതികരിക്കുന്നത് എങ്കിൽ സ്വാഭാവികമായി അവരും ചെയ്യില്ല. അഥവാ നമ്മുടെ നാട്ടിലേക്ക് എല്ലാ ലൈബ്രറികൾക്കും ഏറ്റവും അനുയോജ്യമായ ഉപകരണങ്ങൾ നൽകിക്കൊണ്ട് പരിപോഷിപ്പിക്കുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്.